അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു നല്ല മഴക്കാലം ആശംസിക്കുന്നു. എന്തായാലും കാലവർഷം അതിന്റെ സമ്പൂർണ്ണതയിൽ പെയ്ത് കൊണ്ടിരിക്കുന്ന ഒരു നേരമാണ്. വാർത്തയുണ്ട്, വാർത്ത ഒരുപാടുണ്ട്, പ്രത്യേകിച്ച് നമുക്കറിയാം പശ്ചിമേഷ്യയിലെ സംഘർഷം. അപ്പോൾ നമുക്ക് പത്രത്തിലേക്ക് ഒന്ന് പോയി വരാം. പശ്ചിമേഷ്യയിലെ സംഘർഷമടക്കം എങ്ങനെയാണ് മാധ്യമങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. മനോരമയിൽ പുകഞ്ഞ യുദ്ധഭീതി എന്ന തലക്കെട്ടിലാണ് പശ്ചിമേഷ്യയിലെ സംഘർഷ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇസ്രയേൽ ആക്രമണം തിരിച്ചടിച്ച് ഇറാൻ എന്നാണ്. ഇസ്രയേലിലെ ടെൽ അവീവിൽ വ്യാപക നാശം, 3 മരണം. ടെഹ്റാനിൽ 60 മരണം. ഇറാന്റെ ഗ്യാസ് ഫീൽഡ് ആക്രമിച്ചു. ഇസ്രായേലിലെ റമദ്ഗാനിൽ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ തകർന്ന വാഹനങ്ങൾക്കും കെട്ടിടങ്ങൾക്കുമിടയിൽ തിരച്ചിൽ നടത്തുന്ന രക്ഷാപ്രവർത്തകരുടെ റോയിട്ടേഴ്സിന്റെ ചിത്രവും മനോരമ ആദ്യ പേജിൽ തന്നെ പങ്കുവച്ചിട്ടുണ്ട്. ഇതിലും വലിയ ആശങ്കയുയർത്തുന്നതാണ് മധ്യപൂർവ്വദേശത്തെ ഇസ്രായേൽ ഇറാൻ ആക്രമണത്തിന്റെ വാർത്തകൾ. വലിയ രീതിയിൽ തന്നെ അത് നൽകുന്നു. 60 മരണം ഇറാനിൽ സ്ഥിരീകരിക്കുന്നു, എന്നാൽ 3 മരണം ഇസ്രായേലിലും സ്ഥിരീകരിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായി മനോരമയിലുള്ളത് വിമാനാപകടത്തിൽ തിരിച്ചറിഞ്ഞത് 19 പേരെ മാത്രം എന്നാണ്. 270 പേർ മരിച്ചതിൽ 19 പേരെ മാത്രമാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനിയും ഒരുപാട് പേരെ തിരിച്ചറിയാൻ ബാക്കി കിടക്കുന്നു. അതിൽ നമ്മുടെ രഞ്ജിതയടക്കമുണ്ട് എന്നുള്ളതാണ്. 1 കോടിക്ക് പുറമെ 25 ലക്ഷം കൂടി നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് എയർ ഇന്ത്യ. എയർ ഇന്ത്യ വിമാനാപകടം നടന്ന് 2 ദിവസം കഴിഞ്ഞിട്ടും മരണസംഖ്യയിൽ വ്യക്തതയില്ല. 265 പേർ മരിച്ചുവെന്നാണ് നേരത്തെ അധികൃതർ അനൌദ്യോഗികമായി പറഞ്ഞിരുന്നത്. എന്നാൽ സിവിൽ ആശുപത്രിയിൽ 270 പേരുടെ മൃതദേഹങ്ങൾ ലഭിച്ചുവെന്ന് BJ മെഡിക്കൽ കോളേജ് ജൂനിയർ ഡോക്ടേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ ധവാൻ ഗമേതി പറഞ്ഞു. വിമാനം ഇടിച്ചിറങ്ങിയ ഹോസ്റ്റൽ മെസ്സിലുണ്ടായിരുന്നവർ, കെട്ടിടത്തിന് പുറത്തുണ്ടായിരുന്നവർ തുടങ്ങി പലരെയും കാണാതായിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ മരണസംഖ്യ ഉയർന്നേക്കാം. മാതൃഭൂമിയിൽ ഈ 2 വാർത്തകളും പശ്ചിമേഷ്യയും വിമാനാപകടവും ഒഴിച്ചു നിർത്തിയാൽ മറ്റൊരു വാർത്ത ഏതാണ്? മറ്റൊരു വാർത്ത പിന്നെയുള്ളത് നമ്മുടെ നീറ്റ് പരീക്ഷാ ഫലമുണ്ട്. കേരളത്തിൽ ദീപ്നിയ നമ്പർ 1 എന്ന് പറഞ്ഞ കുട്ടിയുടെ ഫോട്ടോ അടക്കം കൊടുത്തിട്ടുള്ളത്. പിന്നീട് ഉള്ളത് വാഹന പരിശോധനയ്ക്കിടെ SIയെ കാറിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമം. നമ്മുടെ ലേബി റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ്. അതെ, ആ വാർത്തയാണുള്ളത്. ഒരു ഭീകരമായ ഒരു അന്തരീക്ഷമായിരുന്നു ആ സമയത്ത്. അതായത് ഈ പോലീസ് പോയിട്ട് കറുത്ത വാഹനത്തിലാണ് വരുന്നത്. ഡ്രൈവറുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ഒരു സംശയം തോന്നി ഈ SI ചോദിക്കുകയാണ്, ഇവരെന്തോ കൈമാറ്റം ചെയ്തതെന്തോ മറ്റോ കണ്ടിട്ട്. പക്ഷേ വളരെ പെട്ടെന്ന് ബാക്കിലേക്ക് എടുക്കുന്നു. അതിനുശേഷം ഡ്രൈവർ ഈ പോലീസിന്റെ കാല് ഇടിച്ചു വീഴ്ത്തി, അല്ലേ? അതെ, കാർ ശരീരത്തിലൂടെ കയറ്റിയിറക്കിയത് 2 തവണയാണെന്ന് പറയുന്നത്. അതെ, ചെറിയ കാര്യമല്ല. ദേശാഭിമാനിയിലേക്ക് എത്തിയാൽ ദേശാഭിമാനിയിലെ പ്രധാന വാർത്ത ഇസ്രയേൽ വിറച്ചു എന്ന തലക്കെട്ടിൽ ഉരുക്കു കവചം തകർന്നു എന്ന വാർത്തയാണ് പശ്ചിമേഷ്യയിൽ നിന്ന് ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ അതേസമയം പെട്ടിയും പൂട്ടി വിഷയദാരിദ്ര്യത്തിൽ ഗതികെട്ട് UDF എന്ന തലക്കെട്ടോടുകൂടി നിലമ്പൂരിലെ വാഹന പരിശോധനയുടെ വാർത്തയും ദേശാഭിമാനി ആദ്യ പേജിൽ പ്രധാന വാർത്തയാക്കിയിട്ടുണ്ട്. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ അന്വേഷണത്തിന് ഉന്നതതല സമിതി എന്ന വാർത്തയും ദേശാഭിമാനി ആദ്യ പേജിൽ കൊടുക്കുന്നു. മാധ്യമത്തിലേക്ക് എത്തിയാൽ ഇസ്രായേലിലെ വാർത്ത കൈകാര്യം ചെയ്തിരിക്കുന്നത് ഇസ്രായേലിൽ തീമഴ എന്ന തലക്കെട്ടോടു കൂടിയാണ്. 3 മരണം, 200-ലേറെ പേർക്ക് പരിക്ക്. വീണ്ടും ആക്രമിച്ച് ഇസ്രായേൽ. ഇറാനിൽ മരണം 100 കടന്നു എന്നാണ് മാധ്യമം പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റൊന്ന്, ശിവാംശുവിന്റെ യാത്ര 19 എന്നുള്ള വാർത്ത കൂടി മാതൃഭൂമി തുടക്കത്തിൽ നടക്കുമോ? നടക്കണം. മാറ്റിവെച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ തവണ ലിക്വിഡ് ഓക്സിജന്റെ ചോർച്ചയാണ് കഴിഞ്ഞ തവണ ഫാൽക്കൺ റോക്കറ്റിലെ പ്രശ്നമെങ്കിൽ ഇത്തവണ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ, അല്ലേ? ഹിന്ദു പത്രത്തിലേക്ക് എത്തിയാൽ പ്രധാനപ്പെട്ട വാർത്തയായി വിമാനാപകടത്തിന്റെ വാർത്തയാണ് കൊടുക്കുന്നത്. സെന്റർ സെറ്റ്സ് എ പാനൽ ടു ഫ്രെയിം എയർ ക്രാഷ് റെസ്പോൺസ് ഗൈഡ് ലൈൻസ് എന്നുള്ളതാണ് പ്രധാന വാർത്തയെ നൽകുന്നത്. തെഹ്റാനിൽ നിന്നുള്ള വാർത്തയും ദ ഹിന്ദു നൽകുന്നു. തെഹ്റാൻ വിൽ ബേൺ ഇഫ് സിവിലിയൻസ് ആർ ഹിറ്റ്, ഇസ്രയേൽ വാൺസ് ഇറാൻ. പൗരന്മാരെ ആക്രമിച്ചാൽ ഇറാൻ അതിൻ്റെ ദുരന്ത ഫലം അനുഭവിക്കും, തെഹ്റാൻ കത്തും എന്നാണ് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് എന്നാണ് ദ ഹിന്ദു പത്രം റിപ്പോർട്ട് ചെയ്യുന്നത് ആദ്യ പേജിൽ. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇന്ന് പത്രങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന വാർത്തകൾ. ഇന്നത്തെ ദിവസത്തിന് പ്രാധാന്യം, നമ്മൾ ഈ ദീപ്നിയുടെ കാര്യം, അച്ഛൻ ദിനമാണ് കേട്ടോ, ഇന്ന് ഫാദേഴ്സ് ഡേ ആണ്. അപ്പോൾ ഇന്ന് ദീപ്നിയുടെ റിപ്പോർട്ടുണ്ടായിരുന്നു. നീറ്റ് UGയിൽ ദീപ്നിയ കേരളത്തിൽ 1ാമത്. ആദ്യ 100-ൽ കേരളമില്ല. 73,328 മലയാളികൾ യോഗ്യത നേടി എന്നാണ് വാർത്തയായിട്ട് വരുന്നത്. അപ്പോൾ നീറ്റ് UG പരീക്ഷാഫലം പുറത്തു വരുന്നു. ദേശീയ മെഡിക്കൽ പ്രവേശന പരീക്ഷയിൽ രാജസ്ഥാൻ സ്വദേശിയായ മഹേഷ് കുമാറാണ് 1ാം റാങ്ക് നേടിയത്. എത്ര പെർസെൻറ്റേജിലാണെന്നറിയുമോ? 99.99547%. ആദ്യ 100 റാങ്കിൽ കേരളത്തിൽ നിന്ന് ആരുമില്ല. 109ാം റാങ്ക് നേടിയ DB ദീപ്നിയ
720-ൽ 643 മാർക്കാണ് നേടിയത്. എന്തായാലും അതും സർക്കാർ സ്കൂളിൽ നിന്ന് മറ്റുമാണെന്ന് തോന്നുന്നു ഈ ദീപ്നിയ പഠിച്ചത് എന്നിങ്ങനെ കേട്ടു, ഉറപ്പില്ല. മ്ലാവിറച്ചി എന്ന് പറഞ്ഞ് 2 യുവാക്കളെ 1 മാസത്തിലേറെ ജയിലിലടച്ച വാർത്ത പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാവും. അതാണ് കുഞ്ചിക്കുറുപ്പിൽ ഇത്തവണയുള്ളത്. ഒടുവിൽ പോത്തിറച്ചി എന്ന് കണ്ടെത്തി. പോത്തേ എന്ന് ആരും വിളിച്ചു പോകും എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെയാണത്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നിറഞ്ഞു നിൽക്കുന്നത്. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം 27 വർഷത്തിനു ശേഷം ദക്ഷിണാഫ്രിക്കയെ തേടിയെത്തിയ വാർത്തയും വലിയ പ്രാധാന്യത്തോടു കൂടി എല്ലാ പത്രങ്ങളും കൊടുക്കുന്നുണ്ട്. ആർപ്പോ ആഫ്രിക്ക എന്ന തലക്കെട്ടോടു കൂടിയാണ് ദക്ഷിണാഫ്രിക്കയുടെ ഈ ചരിത്ര നേട്ടത്തെ, ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് നേട്ടത്തെ മനോരമ പത്രം കൈകാര്യം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളെ നിറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ നല്ല മഴക്കാലമാണ്, അതിതീവ്ര മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ റെഡ് അലേർട്ട് എന്നുള്ളത് പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ മഴക്കാലമല്ല, ഇനി ഒരു ചായയും കാപ്പിയൊക്കെ കുടിച്ച് ഉഷാറായിട്ടിരിക്കും. ചായ കുടിക്കാൻ പോകാൻ അപ്പോൾ നല്ലൊരു ചൂട് ചായയും ഒപ്പം നല്ല സുടുസുടു വാർത്തകളുമായി നമ്മൾ അങ്ങോട്ട് തുടങ്ങാം.